അതെ ഗൈസ്, അങ്ങനെ ഞങ്ങളെ കൂടുള്ള ഒരാളും കൂടി കല്യാണം കഴിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നേ. അവളാണ് ഞങ്ങൾ ഒരുക്കിയത്. കാരണം ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിൽ നിന്ന് ബസ് വന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളെ ഫേസൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വട്ടത്തെ മണവാട്ടി ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ചെന്നിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിക്കരുത്, അത്യാവശ്യം വെള്ളത്തിന് താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രൈഡിനെ കാണാൻ പോയിട്ട് അവളാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നത്. ഞങ്ങൾ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ട്. ഇവൾക്കാണെങ്കിൽ ആരും നോക്കണം എന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ടെൻഷനായിരുന്നേ. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ അതിനെ ഇവളോട് എന്തൊക്കെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ 4 പേരും കൂടിയിട്ട് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു കേട്ടോ. അത് അപ്പം തന്നെ പൊട്ടിച്ചു നോക്കാൻ പറയുന്നത്. അവൾക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് വയ്യ. പിന്നെ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ചെയ്യുന്ന അവളുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട്. അവളാണെങ്കിൽ ഈ ഗിഫ്റ്റ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നത്. ഞങ്ങൾ അവരൊരു മാരേജ് ഫോട്ടോ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് AI വെച്ച് ചെയ്തതാണ്. അതാണ് ഇത്രയും എക്സ്പ്രഷൻ ഇടുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഉമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല കേട്ടോ, നേരെ ഫുഡ് കഴിക്കാൻ വിട്ടേ. അവിടെ മന്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയി. പിന്നെ 9 ആയിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യണത്. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രൂം എത്തിയിട്ടാ. അവിടെ പിന്നെ ഗാനമേളയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബ്രൈഡും എത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എൻട്രി. പിന്നെ ഫുൾ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരുന്നേ. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സ്റ്റേജിൽ കയറിയിട്ടോ. അവളവിടെ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് അവളോട് നല്ലപോലെ ചിരിക്കാനൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നേ. പിന്നെ അടിപൊളിയായിട്ട് അവിടെ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബബിളൊക്കെ വരുന്നിട്ട് അവൾ ചെറിയ കുട്ടികളെ പോലെ കാട്ടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.